ആർട്ടിസ്റ്റ് ഗണപതി മാസ്റ്ററുടെ 87ാം ജന്മവാർഷികം മാർച്ച് 1 പെരിങ്ങോട് നടത്താൻ ഒരുക്കം. ഗുരുസ്മരണീയം 2026 എന്ന പേരിലാണ് മാർച്ച് 1 ആർട്ടിസ്റ്റ് ഗണപതി മാസ്റ്ററുടെ 87ാം ജന്മവാർഷികവും പുസ്തക പ്രകാശനവും പുരസ്കാര സമർപ്പണവും ചിത്രകലാ ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിക്കുന്നതെന്ന് ഗണപതി മാസ്റ്ററുടെ ശിഷ്യ സംഘടനയായ ഗൺപത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിങ്ങോട് ഗ്രാമത്തിൽ മാഷ് താമസിച്ചിരുന്ന വീട്ടിൽ ഞായർ രാവിലെ 9:30 മുതൽ 4 മണി വരെയാണ് അനുസ്മരണ പരിപാടികൾ നടത്തുന്നത്. ഗണപതി മാസ്റ്ററുടെ മൂത്ത മകൾ ഏർക്കര മന ലീല വാസുദേവൻ മാഷുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിക്കുന്നതോടെ പരിപാടികൾ തുടങ്ങും. PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ഉദ്ഘാടനം നിർവഹിക്കും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ വർഷത്തെ ഗുരുസ്മരണീയം പുരസ്കാര ജേതാവ് അഭിനവ് K. അശോകിനെ പുരസ്കാരം നൽകി ആദരിക്കും. തുടർന്ന് മാഷുടെ ശിഷ്യനായ ശില്പി ജനാർദ്ദനൻ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. PM വാസുദേവൻ നമ്പൂതിരിപ്പാട് പുസ്തകം സ്വീകരിക്കും. വാർഡ് മെമ്പർ നിഷ ദിലീപ്, വിപിന ചന്ദ്രൻ, രുക്മിണി ടീച്ചർ, T. രാജീവ്, തുളസീദാസ്, ശില്പി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കേരളത്തിലെ പ്രഗത്ഭരായ ചിത്രകാരന്മാരും മാഷുടെ ശിഷ്യന്മാരും കുട്ടികളും ചേർന്ന് 4 മണിവരെ ചിത്രകലാ ക്യാമ്പ് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ശില്പി ജനാർദ്ദനൻ, ഗിരീഷ് ഭട്ടതിരിപ്പാട്, ഹരികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ജന്മവാർഷിക ദിനത്തിൽ അനുസ്മരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. മാഷുടെ ശിഷ്യന്മാരുടെ സംഘടന 2006 തുടങ്ങിയ മാഷുള്ളപ്പോൾ മാഷുടെ ശിഷ്യ സംഘടന ഉണ്ടായതാണ്. 2006 ഗൺപത് ആർട്ട് ഡിസേബിൾസ് ഓഫ് ഗണപതി പെരിങ്ങോട് എന്നുള്ള പേരിൽ 2006 തുടങ്ങിയ സംഘടനയാണ് ഗൺപത്. അതിലെ അന്നത്തെ മെമ്പേഴ്സ് തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ മാഷുടെ ജന്മവാർഷികം ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ അനുസ്മരണം വരുന്നത്. ഇപ്രാവശ്യം അത് ഗണപതി മാഷ് താമസിച്ചിരുന്ന വീട്ടിൽ ആ മുറ്റത്ത് ആ പൂമുഖത്ത് തന്നെയാണ് ഞങ്ങൾ അനുസ്മരിക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുള്ളത്. ആ സ്ഥലം വേറൊരാൾ വാങ്ങി, ഒരു വിപിന ചന്ദ്രൻ എന്നൊരാൾ വാങ്ങി. അദ്ദേഹം അത് ഞങ്ങൾക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി തന്നേക്കാണ്. അത് ഈ വരുന്ന 1-ാം തീയതി മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 നമ്മുടെ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷയാണ് അത് ഉദ്ഘാടനം ചെയ്യണത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് PM നാരായണൻ നമ്പൂതിരിപ്പാട് പോമള്ളിവര അദ്ദേഹം അധ്യക്ഷ സ്ഥാനം വഹിക്കും. മാഷയെ പറ്റിയിട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അത് വളരെയധികം ഒരു ഭാഗ്യമാണ്. കാരണം അദ്ദേഹം മാഷയെ പറ്റി വളരെയധികം പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തും. പിന്നെ മാഷയുടെ പേരിൽ ഞങ്ങളൊരു പുരസ്കാരം കൊടുക്കാറുണ്ട്. അത് ഗുരുസ്മരണീയം എന്നുള്ള പേരിലെ പുരസ്കാരം എവിടെ വെച്ചിട്ടാണോ നടത്തുന്നത്. ഇപ്രാവശ്യം പാലക്കാട് ജില്ലയിലെ റവന്യൂ തലത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയ കുട്ടിക്കാണ് ആ പുരസ്കാരം കൊടുക്കാറ്. ആ കുട്ടി പാലക്കാട് സ്കൂളില് പേര് അഭിനവ് K. അശോക് എന്നാണ്. ഡീറ്റെയിൽസിലുണ്ട്. അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യം പുരസ്കാരം കൊടുക്കണേ. ആ പുരസ്കാരം ദാനുണ്ട്. പിന്നെ ശിഷ്യന്മാരെല്ലാവരും കൂടി അവിടെ ചിത്രകലാ ക്യാമ്പ് ഉണ്ട്. അത് വൈകുന്നേരം 4 മണി വരെ ക്യാമ്പ് നടത്തുന്നുണ്ട്. പുറമേ നിന്നുള്ള കുട്ടികൾക്കും ഒന്ന് വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് വരയ്ക്കാം. മത്സരമില്ല, ഒരേപോലെ എല്ലാവരും ഇരുന്ന് മാഷുടെ മുറ്റത്തിരുന്ന് വരയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതിനുശേഷം എക്സിബിഷനുണ്ട്. വൈകുന്നേരം 4 മണി വരെ ഈ പരിപാടി തുടരും. ഈ പുരസ്കാരദാനത്തിന് ശേഷം പിന്നെ ഗണപതി മാഷയെക്കുറിച്ച് മാഷുടെ ആദ്യത്തെ ശിഷ്യൻ ശില്പി ജനാർദ്ദനേട്ടൻ മാഷയെക്കുറിച്ച് എഴുതുന്ന എൻ്റെ ഗുരുനാഥൻ എന്നൊരു പുസ്തകം അന്നവിടെ പ്രകാശനം ചെയ്യണം. അത് പ്രകാശനം ചെയ്യുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അത് ഏറ്റുവാങ്ങുന്നത് പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് ഏറ്റുവാങ്ങുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുന്നേ ഭദ്രദീപം തെളിയിക്കുന്നത് മാഷയുടെ മൂത്ത മകളാണ് ലീലാ വാസുദേവൻ. മൂക്കുതലാണ് അവരുടെ വീട്. അവർ വന്നിട്ടാണ് അത് വിളക്ക് കൊളുത്തുന്നത്. പ്രാർത്ഥന ചെല്ലണതും പ്രത്യേകത ഉണ്ട്. മാഷയുടെ കൂടെ പെരിങ്ങോട് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന മ്യൂസിക് ടീച്ചർ, പഴയ പെരിങ്ങോടിൻ്റെ മ്യൂസിക് ടീച്ചർ രുക്മിണി ടീച്ചറാണ്. ടീച്ചർ തൃശ്ശൂരിൽ നിന്ന് വരും പ്രാർത്ഥന ചെല്ലാൻ. മാഷ് ഫംഗ്ഷനിലുണ്ടാവും. പിന്നെ ഇതിന് ആശംസ നമ്മുടെ 9ാം വാർഡ് മെമ്പർ നിഷ എന്നാണ്, അവരാണ് ആശംസ. പിന്നെ വിപിന ചന്ദ്രൻ ഈ സ്ഥലത്തിൻ്റെ ഉടനെയും ആശംസ പറയും. ജീവചരിത്രം അത് അദ്ദേഹം ഇടപെട്ടു പോന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുറിച്ച് ഒക്കെ അറിയാമെങ്കിൽ ഒരുപാട് ദീർഘമായി പോകും. അതുകൊണ്ട് തന്നെ അത് വളരെ ലഘുവായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽക്ക്
അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെയുള്ള ജീവിത കഥകൾ, ഞങ്ങൾ ശിഷ്യന്മാരെ എങ്ങനെ വളർത്തിയിരുന്നു, അങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്ന വളരെ ചെറിയൊരു പുസ്തകം. 2 പുസ്തകത്തിൻ്റെ പണിപ്പരയിലാണ് ഞാൻ ചമയങ്ങളെക്കുറിച്ച്. അത് ആവുന്നതിന് മുമ്പ് ഇതാണ് ആദ്യം വേണ്ടി വന്നത്. അതും ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുക. കാരണം ഗണപതി ഭാഷ പറഞ്ഞാൽ എനിക്ക് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് അതെല്ലാം ചേർന്നതാണ് എൻ്റെ ഗുരുനാഥൻ. അത് പുസ്തകപ്രകാശനം എനിക്ക് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട കാലങ്ങളിൽ ലീലാകൃഷ്ണൻ വരുന്നുണ്ട്. സന്തോഷം. മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30-ക്കാണ് പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിത്രകല എക്സിബിഷൻ ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം മാഷുടെ തന്നെ മാഷ് വരച്ച, ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പഴയ കുറച്ച് ചിത്രങ്ങളും കൂടെ കഴിഞ്ഞ ക്യാമ്പിൽ ചിത്രകാരന്മാർ വരച്ച പെയിൻറ്റിങ്സും എല്ലാം കൂടിയാണ് എക്സിബിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളും ചിത്രകാരന്മാരും കുട്ടികളും എല്ലാം കൂടി ഒരു വർണ്ണോത്സവം ആയിട്ട് തന്നെയായിരിക്കും ഈ പരിപാടി നടക്കുന്നത്. നിങ്ങളുടെ വീടൊരുക്കാം ഇനി സ്വപ്നം പോലെ. ഫർണിച്ചർ പാലസ് ചാലിശ്ശേരിക്കൊപ്പം നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ആഡംബരവും ഗുണമേന്മയും പകരാൻ ഇനി ഒരു പേര് മാത്രം. ഫർണിച്ചർ ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ഫർണിച്ചർ പാലസ്.